ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. എയ്സ് ആൻഡ് നെയ്സ് ഹയർ ടേൺ ഔട്ട് ഈസ് വർത്ത് സ്ട്രൈവിംഗ് ഫോർ ബട്ട് നോട്ട് വിത്തൗട്ട് സഫിഷ്യൻ സേഫ് ഗാർഡ്സ്. എന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ കാര്യം ഡൊമസ്റ്റിക് മൈഗ്രൻസ്, അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിക്കൊക്കെ വേണ്ടി താമസിക്കുന്ന ആൾക്കാർ, അതായത് ഡൊമസ്റ്റിക് മൈഗ്രൻസിന് വോട്ടിംഗ് സാധ്യമാക്കിക്കൊണ്ടൊരു പുതിയ ഇംപ്ലിമെൻറ്റേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. അതാണ് റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് മൈഗ്രൻസിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണത്. അപ്പോൾ ഇതിൽ വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് വോട്ടേഴ്സ് ടേൺ ഔട്ട്? അതായത് ഒരു ഇലക്ഷൻ്റെ നടക്കുന്ന സമയത്ത് എത്ര ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരുപാട് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യയിൽ ടേൺ ഔട്ട് കൂടുതലാണ്, അതായത് വോട്ടേഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുതലാണ്. പക്ഷേ 2019 ഇലക്ഷനിൽ നമുക്ക് കാണാം 1/3 വന്നിട്ടില്ല, ഓൺലി 2/3 മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് 1/3 പോർഷൻ ഓഫ് ആൾക്കാർ വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ വോളിയം അത് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ടേൺ ഔട്ട്, അതായത് നമ്മുടെ ആൾക്കാർ വരാതിരിക്കുന്നത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൊമസ്റ്റിക് മൈഗ്രൻസിന് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് തന്നെ ഈ ഡൊമസ്റ്റിക് മൈഗ്രൻസിനും കൂടി അവരുടെ സ്റ്റേറ്റിൽ പോവാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യമാണ്. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അവരുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിന് ട്രാൻസ്പാരൻസി ഉണ്ടോ, അല്ല ഇപ്പോഴുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അജണ്ട ഇതിൽ നടപ്പാക്കുന്നുണ്ടോ എന്ന് ആൾക്കാർ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊരു ട്രസ്റ്റ് പോകാൻ പാടില്ല. Hurried move will only do more damage to the integrity of the electoral process, which many fear is eroding and for valid reasons. അതായത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ശരിക്കും ഒരുപാട് കാര്യങ്ങളുടെ റെഗുലേറ്ററാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക് ട്രസ്റ്റ് ഇസ് ദ ഓൺലി സ്ട്രെങ്ത് ഓഫ് എനി ഇലക്ട്രൽ പ്രോസസ്സ്. ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ ഇലക്ഷൻ വളരെ സുതാര്യമായി നടക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പബ്ലിക് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വിശ്വാസ്യത ഉണ്ടാവണം. അതായത് ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഈ പറഞ്ഞ ട്രാൻസ്പാരൻസിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ അധികാരം ദുർവിനിയോഗിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല എന്ന് ആൾക്കാർക്കും എന്ത് വേണം? ട്രസ്റ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഡൊമസ്റ്റിക് മൈഗ്രൻസിന് നമ്മളിങ്ങനെ വോട്ടിംഗ് കൊടുക്കുന്ന സമയത്ത്, വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ, ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഡൊമസ്റ്റിക് മൈഗ്രൻ്റ് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ റെസിഡൻ്റ് ആണെങ്കിൽ എത്ര വർഷം അവിടെ നിൽക്കണം, അവിടെ ജോലി ചെയ്യണം, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഈ പറഞ്ഞ പോലെ ഇനി വന്നേക്കാം എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ മാത്രമല്ല നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെയും ഡിമാൻഡ് ഉണ്ട് വോട്ട് ചെയ്യും. മീൻവൈൽ ദർ ഈസ് ആൾസോ ആൻ ആക്റ്റീവ് ഡിമാൻഡ് ഫോർ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്. അപ്പോൾ ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹയർ ടേൺ ഔട്ട്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കുകയാണ് ഒരുപാട് പേര് ഇലക്ഷനിൽ പങ്കെടുക്കട്ടെ, കാര്യങ്ങൾ കുറേയും കൂടെ സുതാര്യമാകട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ പല സെക്ഷൻ ഓഫ് സൊസൈറ്റിക്കും ഈ പറഞ്ഞ ഡൊമസ്റ്റിക് മൈഗ്രൻസിനും മറ്റ് NRIസിനൊക്കെ വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കേണ്ടത്? സഫിഷ്യൻറ്റ് സേഫ് ഗാർഡ്സ്, അതായത് ആൾക്കാരുടെ ട്രസ്റ്റോ മറ്റ് തരത്തിൽ ട്രാൻസ്പാരൻസി കളയുന്നത് പോലെയോ ഒന്നും ചെയ്യാതെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സേഫ് ഗാർഡുകൾ എടുത്തുകൊണ്ട്, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും എടുത്തുകൊണ്ട്, എല്ലാ രീതിയിലുമാണ്, വെറുതെ ഒരു സാങ്കേതികമായിട്ട് പറയുന്നതല്ല, എല്ലാ രീതിയിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ എടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അത് വോട്ടേഴ്സ് ടേൺ ഔട്ട്. വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്താണ്? വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഇലക്ഷൻ്റെ സമയത്ത് എത്ര പേര് ഇലക്ഷനിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് വോട്ടേഴ്സ് ടേൺ ഔട്ട്. അപ്പോൾ വോട്ടേഴ്സ് ടേൺ ഔട്ട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, സഫിഷ്യൻറ്റ് സേഫ് ഗാർഡ്സും ട്രസ്റ്റും ട്രാൻസ്പാരൻസിയൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്.